ബേബി പ്ലാനിങ് ഒന്നും ഇല്ലേന്ന് ഒരു കഥ തന്നെ എനിക്ക് പറയാനുണ്ട്. ഹസ്ബൻഡിനെ എന്താണ് പേര് വിളിക്കുന്നത്? ഇപ്പോൾ യൂട്യൂബ് ഏണിങ്സ് അറൗണ്ട് എത്ര കിട്ടുന്നുണ്ട്? അയ്യോ, എന്തൊരു ഭാഗ്യവതിയാണ് ഇങ്ങനെ ഒരു നാത്തൂനെ കിട്ടിയതിൽ. ഇപ്പോഴത്തെ ലൈഫിൽ ഭീമ സാറ്റിസ്ഫൈഡ് ആണോ? ഇക്കയുടെ ഉപ്പാനെ പാത്തു കണ്ടിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ഈ നാച്ചുറൽ അല്ല നിങ്ങൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ഒരു Q&A വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറേ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു Q&A എടുത്തത് ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ. അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ഇതിലും കുറേയൊക്കെ ഉണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഇതിൽ വന്ന് അങ്ങനെ റിപ്പീറ്റഡ് ചോദിച്ചത്. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല, നോക്കി അപ്പം അങ്ങനെ വായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടിലും കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു Q&A വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ഞങ്ങളുടേതായ കാര്യങ്ങൾ പറയാം. കാരണം കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വയസ്സ് എത്ര, പേരെന്താ, വീട് എവിടെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം എൻ്റെ ഒറിജിനൽ പേരെന്താന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ശരിക്കുള്ള പേര് ഭീമ എന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ചാനലിലിട്ടിരിക്കുന്നതും. പിന്നെ ഭീമ എന്ന് പൊതുവെ എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. അതായത് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എന്താ നമ്മളറിയാത്ത ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോഴേ ഭീമാന്ന് എടുത്ത് വിളിക്കത്തുള്ളൂ. ഇനിയിപ്പം ആര് വിളിച്ചാലും ഞാൻ പറയും എന്നെ ഭീമാന്ന് വിളിക്കണത്. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പേരാണത്. അപ്പോൾ എൻ്റെ പേര് ഭീമ എന്നാണ്. അല്ലാത്തവരൊക്കെ പാത്തു എന്ന് വിളിക്കും കേട്ടോ. നമ്മുടെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സൊക്കെ പാത്തു എന്നാണ് വിളിക്കുന്നത്. അപ്പം പാത്തു എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഭീമ എൻ്റെ പേര് ഒറിജിനൽ ഭീമ എന്നാന്ന് പോലും കുറേ പേർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ഷിനാജ്, എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങളുടെ വീട് വരുന്നത് മണ്ണാർക്കാട് കോട്ടോപ്പാടം മാളിക്കുന്നാണ്. ഞാൻ കുറേ കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചോദിക്കും, കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കാണുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വന്നിട്ട് സ്ഥലം ചെയ്യും എൻ്റെ ഐഡിയിൽ മാളിക്കുന്നാന്നൊക്കെ പറയും. അപ്പോൾ ഞാനതങ്ങനെ ലൈക്ക് ചെയ്ത് വിടും. പിന്നെ എൻ്റെയും ഷിനാജിൻ്റെയും വയസ്സ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 23 വയസ്സാണ്. 23 വയസ്സായിട്ടില്ല കേട്ടോ. ഓഗസ്റ്റിൽ 23 ആവും. എനിക്ക് 28 വയസ്സാണ്. കഴിഞ്ഞു ആയെന്നല്ല, 28 വയസ്സ് കഴിഞ്ഞ മെയ്യിലായിരുന്നു. ഇനി 29ാമത്തെ വയസ്സിലേക്ക്. പിന്നെ എൻ്റെ സ്വന്തം വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം വീട് ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ്. നമ്മുടെ ആദ്യം മുതലേ ഉള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും. പുതുതായി വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു തുടങ്ങാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബിലത് ഞാൻ ഒന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല. ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ആയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ ലവ് സ്റ്റോറി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 2 പാർട്ടാക്കി ഇട്ടിട്ടുണ്ട് ചാനലിൽ. ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ലൈഫിലെ ഡ്രീം എന്താണ് രണ്ടാളുടെ? ഡ്രീം ഇപ്പോൾ ഓൾറെഡി നമ്മൾ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, അതാണ് നമ്മുടെ നിലവിലത്തെ ഡ്രീം. മെയിനായിട്ടുള്ള ഞങ്ങളുടെ ഡ്രീം വീടാണ്. വീട് പണി എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിയുക. പിന്നെ ചോദിച്ചത്, ഞാൻ ഇടക്കിടക്ക് വലിക്കുന്ന ചെറിയൊരു ജലദോഷത്തിൻ്റെ ആരംഭം ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഒരാൾ ആലപ്പുഴ, ഒരാൾ പാലക്കാട്. എങ്ങനെയാണ് പരിചയപ്പെട്ടേ? അതൊക്കെ തന്നെ ഫുള്ള് മൊത്തം കാര്യങ്ങൾ ലവ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി. വെറുതെ സമയം പോകും. അത് കാരണം കുറേ ഉണ്ട് പറയാനാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഞാൻ അങ്ങനെ ഓരോന്നായിട്ടൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇതുണ്ട്, സെലക്ട് ചെയ്ത് അങ്ങനെ വായിക്കുവാണ്. ഇപ്പോൾ യൂട്യൂബ് ഏണിങ്സ് അറൗണ്ട് എത്ര കിട്ടുന്നുണ്ട്? ഇതിൻ്റെ കാര്യം കുറേ കമൻസ് വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മളെ നേരിട്ട് കണ്ടാലും ചോദിക്കും. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴായിരുന്നു ലാസ്റ്റ് യൂട്യൂബിൽ പൈസ കിട്ടിയത്? 4 മാസം, കറക്റ്റ് 4 മാസമായി നമുക്ക് യൂട്യൂബിലെ പേയ്മെൻറ്റ് കിട്ടിയിട്ട്. കാരണം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് $100 കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. $100 എന്ന് പറയുമ്പോൾ 8000 രൂപയാണ്. അത് കംപ്ലീറ്റ് ആയാലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അത് എപ്പോഴാണ് 100 കംപ്ലീറ്റ് ആവുന്നത് അപ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ. 4 മാസമായി കറൻറ്റ്ലി നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ട്. ഇനി ഈ മാസം, അതായത് നമുക്കിനി ജൂണല്ലേ, ഇത് ജൂലൈയിലായിരിക്കും നെക്സ്റ്റ് അടുത്ത പേയ്മെൻറ്റ് കിട്ടുന്നത്. എത്രയായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് 1.5 വർഷമായി. ഈ ജൂൺ 14 കഴിഞ്ഞല്ലോ, കഴിഞ്ഞ് ജൂൺ 14 കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് 1.5 വർഷം, 1 വർഷവും 6 മാസമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ ഇടും ഗൈസ്, എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമാണ് എൻ്റെ മുടി. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വലിക്കാതെ, കാണുന്നവർക്കൊരു ഇറിറ്റേഷനാണെന്ന് എനിക്കറിയാം. പക്ഷേ കൈ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ആരും മൈൻഡ് ആക്കണ്ട. നിങ്ങൾ 2 പേരിലും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ
ഏറെക്കുറെയൊക്കെ ചിലതൊക്കെ കോമൺ ആയിട്ട് ഉള്ള കാര്യമാണ്. പിന്നെ മെയിനായിട്ടും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് മറുകാണ്. എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇവിടെ ഒരു മറുകുണ്ട്. ആ സെയിം തന്നെ ഷിനാജിനുണ്ട്. ഇതുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ വേറെ എവിടെയായിരുന്നു, കഴുത്തിൽ ചുണ്ടിൽ എവിടെയും ഉണ്ടായിരുന്നു. എവിടെയൊക്കെ ഉണ്ട് നമുക്ക്. ഫസ്റ്റ് ഈ കണ്ണിൻ്റെ ഇവിടെയാണ്, പിന്നെ എനിക്ക് നെറ്റിയിൽ ഇവിടെ ഒന്നുണ്ട്, അത് ഷിനാജിനും ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൻ്റെ വിരലിൽ എവിടെയുണ്ട്, അത് സെയിം സ്ഥലത്ത് ഷിനാജിനുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഹൈറ്റും വെയിറ്റും ചോദിച്ചിട്ടുണ്ട്, കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹൈറ്റും വെയിറ്റും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ തൂക്കി വയ്ക്കാനായിരിക്കും. എനിക്ക് ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് എപ്പോഴായിരുന്നു നോക്കി, ഒരു 78 അല്ല കേട്ടോ ഗൈസ്. ലാസ്റ്റ് ഞാൻ നോക്കിയത് ഒരു 2 മാസം മുമ്പാണ്. എനിക്ക് ഇങ്ങനെ എന്തോ ഛർദിലായിട്ടല്ല, പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴേ അങ്ങനെ നോക്കിയപ്പം 72 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, കൂടിയാ കുറഞ്ഞാ ഒന്നും അറിയത്തില്ല. പിന്നെ ഹൈറ്റ് എത്രയാന്ന് ചോദിച്ചാൽ 170 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ലൈഫിൽ കിട്ടിയ അച്ചീവ്മെൻ്റ് എന്താണ്, ലൈഫിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അച്ചീവ്മെൻറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു കഥ തന്നെ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ 1ാം ക്ലാസ് മുതൽ ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ല കേട്ടോ, ഒരു ആവറേജ് സ്റ്റുഡൻസ്. നമുക്കായിട്ട് ഒരു ഗ്യാങ് ഉണ്ട്, ആ ഗ്യാങ്ങിൻ്റെ കൂടെ അങ്ങനെ നമ്മൾ നടന്ന് വലിയ പഠിപ്പൊന്നുമില്ല. അപ്പോൾ ഈ പഠിപ്പുള്ള ടീംസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നമ്മളൊരു പുച്ഛമായിരുന്നു. എക്സാമിന് നമ്മൾ തോക്കുമ്പോഴും പിന്നെ ലാബിൽ കയറാത്തപ്പോഴും, +1 +2 പഠിക്കുന്ന ടൈമിൽ ലാബിലൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തപ്പോഴും, അങ്ങനെ ഓരോ കാര്യത്തിന് നമ്മൾ മുങ്ങി നടക്കുമ്പോഴും പഠിക്കാൻ നടക്കുമ്പോഴൊക്കെ നമ്മളൊരു വിലയില്ലാത്ത പോലെയായിരുന്നു ക്ലാസ്സിലെ മറ്റു പിള്ളേർക്ക്. അവളല്ലേ, അവളെന്ത്, അങ്ങനെ ഒരു ഭാവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് +1 +2 കയറിയപ്പോഴൊക്കെ ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ ജയിച്ചു കേട്ടോ, തോറ്റിട്ടൊന്നുമില്ല, ജയിച്ച് പാസ്സായി. എങ്ങനെയൊക്കെയോ പാസ്സായി. ഭയങ്കര ടഫായിരുന്നു പഠിക്കാനൊക്കെ. അപ്പോഴൊക്കെ ക്ലാസ്സിലെ പിള്ളേർക്കും ടീച്ചർമാർക്കൊക്കെ ടോട്ടലി മൊത്തത്തിൽ പുച്ഛമായിരുന്നു എന്നോട്. ഭയങ്കര പുച്ഛമായിരുന്നു. ഒരു താത്തിക്കെട്ടലും അങ്ങനെ ഒരു തള്ളിപ്പറയലും അങ്ങനെയൊക്കെ കുറേയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ +2 കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ കയറി. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ നേഴ്സിങ് നല്ല നല്ല കോഴ്സുകളൊക്കെ പോയപ്പം ഇത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു ഞാൻ പഠിച്ചത് 4 മാസത്തെ എന്തോ കോഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിരുന്നു. അവൾ 4 മാസത്തെ കോഴ്സാണ്, എന്താകാൻ ഏതാകാൻ അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു. ബാക്കിയുള്ളവർ ഡിഗ്രി പോയി, നേഴ്സിംഗ് പോയി, TTC പോയി, അങ്ങനെ ഓരോന്നും പഠിക്കാൻ പോയി, ലാബ് ടെക്നീഷ്യൻ പോയി, അങ്ങനെ ഓരോന്നും നല്ല നല്ല കോഴ്സ് എടുത്ത് പോയപ്പോൾ നമ്മൾ മോശം കോഴ്സ് എടുത്തെന്നുള്ളൊരു ഇതിൽ അങ്ങനെ പറയുമായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയ ഒരു കോഴ്സ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഒരു 2ാമത്തെ മാസം തന്നെ ഞാൻ ജോലിക്ക് കയറി. സത്യം പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് ജോലിക്ക് പോയ ഒരാൾ ഞാനാണ്. പഠിച്ചിട്ട് കിട്ടിയ ജോലിക്ക് പോയ ഒരാൾ ഞാനാണ്. അപ്പം അതെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഇപ്പം നിലവിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ചിലവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ചിലരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, കല്യാണം കഴിക്കാത്തവരുണ്ട്, കുട്ടികളുമായിട്ട് അങ്ങനെ എൻഗേജ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്, ഒരു ജോലിക്കും പോകാതെ. ഈ കൂട്ടത്തിൽ എന്നെ തള്ളി പറഞ്ഞവരും താത്തി പറഞ്ഞവരൊക്കെ ഉണ്ട്. അവരെക്കാൾ കൂടുതൽ ഞാനൊരു മാസം ഏൺ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ആ കളിയാക്കിയവരെക്കാൾ കൂടുതൽ ഒരു മാസം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ പഠിക്കാൻ പോയപ്പം എന്നെ തള്ളി പറഞ്ഞവരൊക്കെ പിന്നീട് എൻ്റെ അടുത്ത് വന്ന്, നീ ഏത് കോഴ്സാണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്? കാരണം എനിക്ക് ജോലി കിട്ടി കണ്ടപ്പോഴത്തേക്കും അവരൊക്കെ കുറേ പഠിച്ചിട്ടൊന്നും അവർക്കൊന്നും ആയില്ല. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു വന്നിട്ട് എന്നെ ഈ തള്ളി പറഞ്ഞവർ തന്നെ ഒരു 3-4-5 പേര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് പഠിച്ച് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലും വലിയ അച്ചീവ്മെൻ്റ് എന്താ എൻ്റെ ലൈഫിലല്ലേ? അതിലും വലിയ അച്ചീവ്മെൻ്റ് എനിക്കില്ല. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ അതാണ് എനിക്ക് ലൈഫിലെ അച്ചീവ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെന്താ, ഞാൻ കഷ്ടപ്പെട്ട് യൂട്യൂബ് തുടങ്ങി ഇതുവരെ എത്തി, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട്, അതൊക്കെ എനിക്കൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഹസ്ബൻഡിനെ കിട്ടിയതിൽ നിങ്ങൾ ലക്കിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. അത് ഞാനല്ലേ പറയണേ, നിങ്ങളല്ലല്ലോ. ലക്കിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഏറെക്കുറെ കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ ഉണ്ട് വലിയ സന്തോഷങ്ങളും ഒന്നും വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഞാൻ ലക്കിയാണ്. പിന്നെ ഷിനാജിന് അങ്ങനെ ദുശീലങ്ങളോ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താ,
ഫ്രണ്ട്സേ എന്ന് പറഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരാളല്ല. അത് തന്നെ വലിയ കാര്യം. ഫ്രണ്ട്സ് വേണം, ഫ്രണ്ട്സ് ഗ്യാങ് വേണം, അവരോട് ഒപ്പം പോയി ഇരിക്കണം, ഒക്കെ ആവശ്യത്തിന് മതിയല്ലോ. അല്ലാണ്ട് ഓവറായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതുപോലെയല്ല. എല്ലാം എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും ഗൈസ്. അതിപ്പോൾ കൂട്ടുകാരുണ്ടെങ്കിൽ പോലും ഞാനും കൂടെ വന്നോട്ടെ, ഞാനും കൂടെ വരും എന്ന് പറഞ്ഞാൽ നീ വന്നോ, അല്ലാണ്ട് കൂട്ടുകാരുടെ കൂടെ പോകുമല്ലേ നീ വരണ്ട, അങ്ങനെയൊന്നും ഒഴിവാക്കാറില്ല. അപ്പം എന്തുകൊണ്ടും ഇയാളെ കിട്ടിയതിൽ ഞാൻ ലക്കിയാണ്. നേരെ പിന്നെ എല്ലാവരുടെയും കൂടെ ഒന്നും ഇല്ല കേട്ടാ, എല്ലാവരുടെയും കൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല. അതായത് കുഞ്ഞുമണി ഫവാസും അവരുടെ കൂടെ മാത്രം. അത് നമ്മുടെ ആദ്യം മുതലേ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. ജസീമിൻ്റെയും കൂടെ കൊണ്ടുപോകും. ജസീമും കുഞ്ഞുമണി ഫവാസും ഇവരുടെ ഒപ്പം എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും. കൂടുതലും കുഞ്ഞുമണി ഫവാസും കൂടെ പോകുമ്പോഴാണ് നമ്മൾ പോണത്. കാരണം എന്താ, എനിക്ക് തുടക്കം മുതലേ അവരറിയാം, നല്ല അറ്റാച്ച്മെൻ്റ് ആണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ, എനിക്ക് മടിയില്ല കേട്ടോ. ഇവർ മൂന്നാളും കൂടെ പോയി വലിഞ്ഞു കയറി പോകുന്നതുകൊണ്ട് എനിക്ക് മടിയൊന്നുമില്ല. നല്ല അടിപൊളിയാണ് നമ്മൾ നാലാളും കൂടെ പോകുമ്പോൾ. അപ്പോൾ തന്നെ ഞങ്ങൾ 4 പേരും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിയായി. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. എവിടെയാണ് പോകണമെന്നൊക്കെ നിങ്ങൾക്ക് ഷോർട്സിൽ അല്ലെങ്കിൽ ലോങ് വീഡിയോ ഞാൻ ചെയ്യും, അതിൽ കാണാം. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് പോയി. അപ്പം എന്തായാലും ഞാൻ ലക്കിയാണ് ഇയാളെ കിട്ടിയതിൽ. നിങ്ങൾ ലക്കിയല്ലേ എന്നെ കിട്ടിയത്? പിന്നെ എന്താ, പാത്തു വന്നേ പിന്നെ ഇക്കാടെ ലൈഫിലുണ്ടായ മാറ്റം. ലൈഫ് അടിപൊളിയാണോ നിങ്ങളെ ഹോസ്റ്റിന്? മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാന്ന് പറയും, കേക്കട്ടെ. പുറത്ത് അങ്ങനെ കൂടുതൽ നേരം നിൽക്കാത്ത ടൈം, കാരണം പണി കഴിഞ്ഞ് വന്ന് ഇയാളെ റോട്ടില് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ കുറെ നേരം ഇരിക്കും. ഇപ്പം അങ്ങനെ പോക്കൊന്നും ഇല്ല. പിന്നെ നേരെ വീട്ടിൽ കയറിയ പിന്നെ സൺഡേ മാത്രമോ, സൺഡേ ആണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വലിഞ്ഞു കയറി പോവുകയും ചെയ്യും. പിന്നെ ഇപ്പൊ എന്താ മാറ്റങ്ങള്? വേറെ ഒരു മാറ്റില്ല. സ്വന്തം കാര്യങ്ങളൊക്കെ ആരാ ചെയ്തു തരുന്നത്? അത് മുമ്പ് ചെയ്തതിന് ഉമ്മയാണ്, ഇപ്പൊ ഇവളാണ് ചെയ്തു തരുന്നത്. സ്വന്തം കാര്യങ്ങളാണ് എന്റെ കാര്യം, അതിനെ കിട്ടിയത്. പിന്നെന്താ, രാജിന് ഭീമയിൽ അട്രാക്റ്റീവായി തോന്നിയ ക്വാളിറ്റീസ് ആരാണ് ഗൈസ്? ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന അടിപൊളി ക്വസ്റ്റ്യൻ. പറയൂ, എന്താണ് അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം? ഫുഡ് പിന്നെ നല്ലോണം കുക്ക് ചെയ്യും. എന്ത് ഫുഡാണെങ്കിലും എങ്ങനെയൊക്കെ റെഡി ആക്കി സെറ്റാക്കി തരും. പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാക്കി തരും. വളരെ പൈസ ഉണ്ടെങ്കിൽ സെറ്റാക്കി തരും. നിങ്ങളുടെ വീട് ഉണ്ണിയാലാണോ? ഷിനാജ് കാക്കുവിനെ ഞാൻ ഷോപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഉണ്ണിയാലല്ല, അത് ഷോപ്പാണ്. വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഉണ്ണിയാല്. ഞങ്ങളുടെ വീട് മാളിക്കുന്നാണ്. 2 പേർക്കും ലൈഫിൽ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം നിങ്ങളുടെ കല്യാണം ഒഴിച്ച്. എനിക്ക് തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് വീട് പഞ്ചായത്തിൽ നിന്ന് പാസ്സായെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിരുന്നതാണ് ഒരു വീടിന്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് വീട് പണി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട് പണി. പിന്നെ ചോദിച്ചേക്കുന്നത് ബേബി പ്ലാനിങ് ഒന്നും ഇല്ലേ എന്ന്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ Q&Aയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേറൊരു വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു Q&A ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്, അതിലൊക്കെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ നമുക്ക് വീട് പണിയല്ലേ, പിന്നെ ഞങ്ങളുടെ അവസ്ഥ അറിയാലോ, ഷെഡിലാണ് ഞങ്ങൾ. മഴ പെയ്താൽ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ്. ഏത് നിമിഷവും മരം വീഴാമെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ എന്തിനാ നമ്മുടെ ഇടയിലോട്ട് വെറുതെ ഒരു കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ റിസ്ക് ഇതാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വീട് പണി ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇപ്പം തന്നെ നമ്മൾ നോക്കി കുഞ്ഞായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഷെഡിൽ കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടണം. ഞങ്ങളെ സംബന്ധിച്ചത് നഷ്ടപ്പാടാണ് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ വീട് പണി ഏകദേശം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊന്ന് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതാണ് ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് മനസ്സിൽ വെച്ചിട്ട് ഇനി ഈ ക്വസ്റ്റ്യൻ ആരും നമ്മളോട് ചോദിക്കാതിരിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനും ഈ ആൻസറും പറയുന്നത്. അപ്പം ഇത് എല്ലാവരുടെയും മൈൻഡിലുണ്ടാവണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വായിച്ചത് ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് യൂട്യൂബിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആൾക്കാരുടെ പേരൊന്നും വായിക്കുന്നില്ല കേട്ടോ. വിച്ച് ക്വസ്റ്റ്യൻ ന്യൂ മോസ്റ്റ് അൺകംഫോർട്ടബിൾ ആഫ്റ്റർ മാരേജ് എനി 2? 2 ചോദിച്ചേക്കുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അഫ്കോഴ്സ് ബേബിയുടെ കാര്യം ചോദിക്കും. ഒന്നും ആയില്ലേ, നോക്കുന്നില്ലേ, അത് ഭയങ്കര അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നും എനിക്ക് കേട്ടാ. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇയാളോട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല ഗൈസ്. ആരും ബേബിനെ പറ്റി ചോദിക്കാറില്ല. ചോദിച്ചാലും ഒരു 10 പേരിൽ 2 പേര് ചോദിക്കും. അപ്പോൾ ഷിനാജ് എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കും. പക്ഷെ എനിക്കങ്ങനെയല്ല. കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സങ്കടമാണ്. നമ്മുടെ സിറ്റുവേഷനൊക്കെ ഇതായതുകൊണ്ടാണല്ലോ. അപ്പം അല്ലാതെ നമുക്ക് ആഗ്രഹമില്ലാണ്ടല്ല. അപ്പോൾ സിറ്റുവേഷൻ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്നാലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കും. 2ാമത്തെ ക്വസ്റ്റ്യൻ, യൂട്യൂബിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് എൻ്റെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഷിനാജിൻ്റെ വാപ്പ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ അല്ല.
പിന്നെ അതാണ് അപ്പോൾ 2 ക്വസ്റ്റ്യൻ. വിച്ച് ടൈം യു മോസ്റ്റ് ഹാപ്പി, ആഫ്റ്റർ മാരേജ് ഓർ ബിഫോർ മാരേജ്? അത് പറയുവാണെങ്കിൽ നോ ഡൗട്ട് ആഫ്റ്റർ മാരേജ് ആണ്. ലൈഫ് നല്ല സമാധാനത്തിലും സന്തോഷത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ തന്നെ പോട്ടെ. ബോത്ത് ബിഗ്ഗസ്റ്റ് ഡ്രീം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീടാണ് നമ്മുടെ നിലവിലെ സ്വപ്നം. ഒരു 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഷിനാജിന്റെ ഉപ്പ എവിടെയെന്നാണ് ചോദിച്ചത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നാത്തൂമാരുമായിട്ട് ചെയ്ത Q&Aയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കൂടെ ഇല്ല ആള്. ഷിനാജ് കുഞ്ഞായിരുന്നപ്പം നമ്മൾ ഒഴിവാക്കിയതാണ്. അവരെ ഒഴിവാക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ തെറ്റുണ്ടെന്ന് പറയും. നമ്മൾ ഒഴിവാക്കിയതാണ് ആളെ, അല്ലാണ്ട് ആള് കൂടുതൽ പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ പറയാത്തത്. ഷിനാജിൽ ഇഷ്ടമുള്ള സ്വഭാവം എന്താണ്? ഇഷ്ടമുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എന്ത് കുക്ക് ചെയ്ത് കൊടുത്താലും കഴിച്ചോളും. ഒരു കുറ്റവും പറയാതെ, ഉപ്പില്ലെങ്കിൽ പോലും ഇരുന്ന് കഴിച്ചോളും, ഒന്നും പറയത്തില്ല. അത് തന്നെ വലിയൊരു നല്ല സ്വഭാവമല്ലേ. അതുകൊണ്ട് എനിക്ക് എന്ത് കുക്ക് ചെയ്താലും വലിയ ടെൻഷൻ ഇല്ലാതെ ഞാൻ കുക്ക് ചെയ്യും. യൂട്യൂബ് തുടങ്ങാൻ ആരാണ് ഇൻസ്പിറേഷൻ? അങ്ങനെ വെച്ചാൽ ആരും ഇൻസ്പിറേഷനൊന്നും ആയില്ല. ആ കൊറോണ ടൈമിൽ എല്ലാവരും ചാനൽ തുടങ്ങി വീഡിയോ ചെയ്യുന്നുണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, അങ്ങനെ തുടങ്ങിയതാണ് കൊറോണ ടൈമിൽ. അപ്പോൾ വേറെ ചാനലായിരുന്നു കേട്ടോ, ഈ കുപ്പിയുടെ ബോട്ടിൽ ആർട്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത്, എൻ്റെ പൊന്നോ കോമഡി ആയിരുന്നതൊക്കെ കാണുവാണെങ്കിൽ അതൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഷിനാജും അതിന് മുന്നേ ഉള്ള ഷിനാജും സ്വഭാവം ഡിഫറൻ്റ് ഉണ്ടോ? നല്ല പോലെ ഉണ്ട്. ഒരുപാട് കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും പറയുന്നില്ല, പറയാത്തതേ പറയുന്നുള്ളൂ. സിബ്ലിങ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ച്. ഷിനാജിന് ഇവർ 3 മക്കളാണ്, 2 പെങ്ങന്മാരും ഷിനാജും, 2 സിസ്റ്റേഴ്സാണ്. ഷിനാജിന്റെ ജോബ് എന്താണ്? ഞാനിപ്പോ നിലവില് മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ് ഉണ്ണിയാല് സ്ഥലത്ത്. പിന്നെ അമ്മു സുനീറ ആരാണ്? കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് ഉമ്മാന്റെ അനിയത്തിന്റെ മക്കൾ. നമ്മള് നല്ല അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. നമ്മളെല്ലാ ഫാമിലീസായിട്ട് അറ്റാച്ച്മെന്റ് ആണ്, എന്നാലും കുറച്ച് കൂടുതൽ നല്ല ഇതാണ്. അതാണ് ഇപ്പൊ ഞാനും അവിടെ അവരിവിടെ അങ്ങനെയൊക്കെ വീഡിയോയിൽ കാണുന്നത്. വീട് പണി എവിടം വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവില് ലിൻഡല് വാർക്കല് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഇനി മെയിൻ വാർപ്പാണ്. ഫേവറേറ്റ് ഫുഡ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ബിരിയാണി തന്നെയാണ് ഫേവറേറ്റ്. പിന്നെ സദ്യയും, ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാ ഫേവറേറ്റ്? എനിക്ക് നെയ്ച്ചോറ് ആൻഡ് ബീഫ്. ചിക്കൻ ഇഷ്ടമല്ല? നെയ്ച്ചോറും ചിക്കനും ബീഫാണ്. ഓക്കെ, നെയ്ച്ചോറും ബീഫും. കല്യാണ ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ്? വീഡിയോസ് കാണുമ്പോഴൊക്കെ തോന്നാറുണ്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കൽ കുറവാണെന്ന്. ദൂരത്തേക്ക് കല്യാണം കഴിച്ചത് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ചില സമയങ്ങളിൽ തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മാൻ്റെ ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വരുന്ന ടൈമുണ്ട്. എനിക്ക് കരച്ചിലൊക്കെ വരും ചില സമയത്ത് ഉമ്മാൻ്റെ മീൻകറിയൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പം ഞാൻ ആലോചിക്കും, അയ്യോ അടുത്തല്ലായിരുന്നെങ്കിൽ ഓടിപ്പോയി വരാവുന്ന ദൂരമാണെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ രസം ഈ ദൂരം തന്നെയാണ്. കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാത്തിരിപ്പാണ് എൻ്റെ ഉമ്മ. കല്യാണ ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഓഫ് കോഴ്സ് എൻ്റെ ഉമ്മാനെയാണ്. ഉമ്മാൻ്റെ ഫുഡും എൻ്റെ ഉമ്മയും. എൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത് കുറവാണ്, ശരിക്കും കുറവാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇത്രയും ദൂരമാണെങ്കിൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇതുവരെ ഒരാഴ്ച കൂടുതൽ നിന്നിട്ടില്ല. ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. അപ്പോൾ ഒരാഴ്ച നിൽക്കുന്നത് ദൂരമല്ലേ, പിന്നെ വണ്ടിക്കൂലി മുതലാക്കണ്ടേന്ന് ഓർത്ത് നിൽക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് കൂടുതലും ഇഷ്ടം. കാരണം ഷിനാജിനെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് അത്ര ഇതുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ അനുഭവിച്ചുകൊണ്ട് കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇഷ്ടം. അല്ല, ഇനിയൊരു എത്ര ക്വസ്റ്റ്യൻ? ഇത് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. ഹൗസ് പ്ലാൻ എത്ര ഫ്ലോർ അങ്ങനെയൊക്കെ, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വരെയില്ല. അപ്പം പഞ്ചായത്തിൻ്റെ പ്ലാനിലാണ് ഇപ്പം നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാക്സിമം നമ്മൾ അടിപൊളിയാക്കാൻ നോക്കും, അത്രേ ഉള്ളൂ. ബ്രോക്ക് എന്താ ജോബ്? എൻ്റെ അനിയനായിരിക്കും. എൻ്റെ അനിയൻ നിലവിൽ ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. എങ്ങനെയാണ് ഹോൾ വീഡിയോസ് എടുത്തു തുടങ്ങിയത്? ഫസ്റ്റ് എത്ര ഇൻവെസ്റ്റ് ചെയ്തു? പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് റിട്ടേൺ ചെയ്ത് നമുക്ക് കമ്മീഷൻ കിട്ടുമോ? ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ച്. സംഭവം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് പ്രൊഡക്റ്റ് വരുമ്പോൾ കയ്യിലുണ്ടാവണം. സാധനം വാങ്ങി നമ്മൾ വീഡിയോ എടുത്ത് റിട്ടേൺ അയക്കുക. നമുക്ക് ആ പൈസ കയറുമ്പോൾ അടുത്ത സാധനം ബുക്ക് ചെയ്യുക, റിട്ടേൺ അയക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ വീഡിയോ കാണിക്കുന്ന സാധനം എല്ലാം ഒന്നും നമ്മൾ എടുക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഞാൻ എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മീഷോയും വിഷ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അത് രണ്ടും കൂടെ കണക്ട്, അങ്ങനെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, നോക്കിയാൽ മതി. അപ്പോൾ ഞങ്ങൾ സ്പീഡിൽ വായിച്ച് പോകുന്നത് ഞങ്ങൾക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഒന്ന് വിചാരിക്കരുത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇക്കയുടെ ഉപ്പാനെ പാത്തു കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും പറയും ഷിനാജിനെ പോലെ തന്നെ ഇരിക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ട് കാണാൻ
ചെറിയൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ഇക്കയുടെ സൈഡിൽ നിന്ന് സാഡായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ലൈഫാകുമ്പോൾ അങ്ങനെയാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതാണ് ജീവിതം. റീൽസിൽ കാണുന്ന മാത്രമല്ല ജീവിതം. അതെ, ഞങ്ങൾ എത്ര പ്രാവശ്യം വഴക്കിടും, വമ്പം വഴക്കൊക്കെ ഞങ്ങൾ തമ്മിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്യും. വീട്ടിലേക്ക് സ്റ്റേക്ക് പോകുമ്പോൾ ആരാണ് നിർബന്ധിക്കാറ് റിട്ടേൺ വരാനെന്ന്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരും നിർബന്ധിക്കാറില്ല. ഞാനിവിടുന്ന്, അതായത് ഞാൻ പറയട്ടെ, ഞാനിവിടുന്ന് വീട്ടിലോട്ട് എത്തുമ്പോൾ തന്നെ ഷിനാജിൻ്റെ മെസ്സേജ് വരും, എപ്പോഴാണ് വരുന്നേ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ അതിന് പിന്നെ പ്രസക്തി ഉണ്ട്. ഇത് അവിടെ ചെന്ന ഉടനെ ചോദിക്കുന്നേ. അവിടെ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്നൊരു തീരുമാനം വരും 2-3 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കഴിയുന്തോറും ഡേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇല്ല ഗൈസ്, ഞാൻ പറഞ്ഞ ദിവസത്തിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെ വരാതിരുന്നിട്ടില്ല. എനിക്ക് പീരീഡ്സ് ആണെങ്കിൽ പോലും ഞാൻ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. പിന്നെ ഉമ്മ ചോദിക്കും, വരുന്നില്ലേ, വരാനായില്ലേ, അങ്ങനെ ചോദിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിൽ ആരും ഇല്ല, അനക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കും. ഇൻസ്റ്റയിൽ പ്രൊഡക്ട്സ് റിവ്യൂ പറയുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ? പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്, ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുമോ? ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും കേട്ടോ. അതുകൊണ്ടാണൊന്നും വിചാരിക്കരുത്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ വേറെ കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. വിഷ് ലിങ്ക്, മീഷോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. നിങ്ങൾ 2 പേരും സെയിം ഏജ് ആണോ എന്ന്? സെയിം ഏജ് അല്ല, ഞങ്ങൾ തമ്മിൽ 5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അടുത്തത്, ലവ് മാരേജ് ആയതുകൊണ്ട് ഷിനാജിൻ്റെ ഫാമിലിയിൽ നിന്ന് എതിർപ്പ് ഉണ്ടായിരുന്നു ആദ്യ ടൈമിൽ, തുടക്ക ടൈമിൽ നല്ല എതിർപ്പായിരുന്നു, പിന്നെ സെറ്റായി. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള മാരേജ് വേണ്ട, ഒന്നുകൂടെ അടുത്തും പ്ലേസ് മതി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. പാരൻസ് ഒരുപാട് ലോങ് അല്ലേ, അതാ ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ അവരെ നല്ലോണം മിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മാനെ കാണാൻ തോന്നുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഷിനാജിനോട് പറഞ്ഞുള്ളൂ, ഇവിടെ എവിടെയെങ്കിലും അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. ആഫ്റ്റർ മാരേജ് ഷിനാജിനുണ്ടായ ചേഞ്ചസ്, സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്ന്, അത് തന്നെ വലിയൊരു ചേഞ്ചാണ്. എബൌട്ട് യുവർ ഇൻലോസ്, നാത്തൂൻസ് ആൻഡ് മദർ ഇൻലോ. അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും അടിപൊളിയാണ്, നമ്മളോട് എല്ലാവരും നല്ല രീതിയിലാണ് നിൽക്കുന്നത്, ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇനി അങ്ങോട്ട് അങ്ങനെ പോട്ടെ. പിന്നെ ഈ നാത്തൂനായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ കുറേ കമൻസ് ആണ്, അയ്യോ എന്തൊരു ഭാഗ്യവതിയാണ് ഇങ്ങനെ ഒരു നാത്തൂനെ കിട്ടിയതിൽ, പിന്നെ എനിക്കും ഉണ്ട് കുറേ നാത്തൂനെ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം വിചാരിക്കുക, എന്താ എന്നും ഒരാൾ നല്ല രീതിയിൽ നിൽക്കത്തില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങൾ എന്നും സ്നേഹിച്ചായിരിക്കത്തില്ലല്ലോ, ഞങ്ങൾ വഴക്കിടും, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയും. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വെച്ച് പെരുമാറാതിരിക്കുക. അതിപ്പം ആരോടായാലും അത് വേറെ ഒരു നല്ല ഗുഡ് ക്വാളിറ്റി, നല്ലൊരു സ്വഭാവമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ നാത്തൂനായാലും അമ്മായിമ്മയായാലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട് ഓരോന്ന്. അങ്ങനെ ഓരോന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം നമ്മളത് അപ്പപ്പോ പറഞ്ഞു തീർക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ മനസ്സിൽ വെച്ച് പെരുമാറുമ്പോഴാണ് അത് വേറെ റൂട്ടിൽ പോണത്. പിന്നെ വയനാട് വരുമ്പോൾ വിളിക്കുമോ? ഞാൻ വയനാടാണ്. ഞങ്ങൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ വയനാടാണ് വന്ന. അവിടെ ഒരു റിസോർട്ട് എടുത്തിട്ട് അവിടെ ഒരു 2 ദിവസം നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നേരെ മൂത്തമാരുടെ വീട്ടിലേക്ക് പോയി. മൂത്തമാരുടെ വീട് എവിടെയാണ്? സുൽത്താൻ ബത്തേരിയല്ലേ. അവിടെ നമ്മളൊരു 2 ദിവസം നിന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനി ഉടനെ ഒന്നും വരാൻ കുറവാണ്. കാരണം ചിലപ്പോ ഉടനെ നമ്മൾ പോകേണ്ടി വരും. മൂത്തമ്മ നിലവിൽ അവിടെ ഇല്ല, മക്കളുടെ കൂടെ കാനഡയിലേക്ക് പോയി. മൂത്തമ്മ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ലൈഫിൽ ഭീമ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു അടിപൊളി ലൈഫ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും ഒരു 5 വർഷം കാത്തിരുന്നെങ്കിലും നല്ല അടിപൊളി ലൈഫ് തന്നെയാണ്. നല്ല സമാധാനത്തിലും സന്തോഷത്തിലും പോണ്. അങ്ങനെ തന്നെ പോട്ടെ, മാഷാ അല്ലാ. ഹസ്ബൻഡിനെ എന്താണ് പേര് വിളിക്കുന്നത്? ഹസ്ബൻഡിന് എത്ര വയസ്സായി? എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ഷോർട്സ് ഇടുമ്പോഴത്തേക്കും കുറേ കമൻസ് അതിൽ വരാറുണ്ട്, മിക്കവാറും വരാറുണ്ട്. എന്തിനാ പേര് വിളിക്കുന്നത്? ഇക്കാന്ന് വിളിച്ചൂടെ, ബഹുമാനിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ എന്ത് വിളിക്കണമെന്ന്. പിന്നെ ആൾക്ക് പ്രശ്നമാണെങ്കിൽ പിന്നെ എന്താ ബാക്കിയുള്ളവർക്ക്? ഞാൻ ഷിനാജിനോട് ചോദിച്ചു, ഞാൻ ഷിനാജിന്ന് വിളിക്കുന്നതിന് പ്രശ്നമുള്ളൂ. അപ്പോൾ ആൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ നമ്മൾ ബാക്കിയുള്ളവരെ നോക്കുന്നത്? നമ്മുടെ ഇഷ്ടമല്ലേ അതൊക്കെ. അപ്പം എനിക്കും ഷിനാജിനും അത് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ പേര് വിളിക്കുന്നു, അത്ര ഉള്ളു. ഭീമയുടെയും ഷിനാജിൻ്റെയും ഫസ്റ്റ് ലവ് ഇതാണോ? അല്ല. അതെങ്ങനെ? നമുക്ക് ഫസ്റ്റ് ലവ് സക്സസ് ആയ ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? മേ ബി ഉണ്ടാവും. നമ്മളെ ഫസ്റ്റ് ലവ് അല്ല. എനിക്ക് ഫസ്റ്റ് 4ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ്. 4ാം ക്ലാസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ആളുണ്ട്, നമ്മുടെ നല്ല ഫ്രണ്ട്സ്. ഞങ്ങളുടെ ഫസ്റ്റ് ലവ് ഇപ്പോഴായിരുന്നു. കുറെ ലിസ്റ്റുകളുണ്ട്, അതുകൊണ്ട് ഓർത്തെടുക്കാൻ പറ്റാന്നിട്ടായിരിക്കും. ഷിനാജിനോട് വീഡിയോയിൽ വന്ന് എൻഗേജ് ആവാൻ പറയൂ. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു മൈൻഡ് ഇല്ലാതെ ഇരിക്കലാണല്ലോ, നെഗറ്റീവ് അല്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞതാണ്. രണ്ടാളും അന്ന് സെറ്റ്. ഇപ്പൊ തന്നെ ഈ നാച്ചുറൽ അല്ല നിങ്ങൾ കാണുന്നത്.
ഇതല്ല നാച്ചുറൽ ഫേസ്. ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ ആയി കഴിഞ്ഞാല് ഞാൻ സംസാരിച്ചില്ല. പക്ഷെ ഷിനാജ് സംസാരിക്കില്ല എന്നും ആരും പറയത്തില്ല. കാരണം അത്രയും കമ്പനിയായിട്ട് എല്ലാരെയും കളിയാക്കി എല്ലാരോടും സംസാരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാണ്ടല്ല. പൊതുവെ നമുക്ക് ക്യാമറ കാണുമ്പോ ഒരു മടി കാണുമല്ലോ, ആ മടിയാണ്. അത് മാറി വരുമ്പോൾ കുഴപ്പമില്ല. അത് നമ്മളൊരു വട്ടം നെസ്റ്റോയിൽ പോയപ്പോൾ എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അപ്പൊ ഓടി വന്നിട്ടാ നമ്മളോട് സംസാരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സ് ഓടി വരുമ്പോ എന്താ ചോദിക്കണ്ടേന്നൊരു ഐഡിയ ആണ്. എനിക്ക് ഇങ്ങനെ അയ്യോ എന്ത് ചോദിക്കും അങ്ങനെ ഇല്ല. മാക്സിമം ഞാൻ ചോദിക്കും. എന്നാലും ഷിനാജാണ് എന്നെ രക്ഷപ്പെടുത്താൻ അവരോട് സംസാരിക്കുന്നത്. അപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞ് വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഓർത്ത് ഇത്താണ് നല്ലോണം സംസാരിക്കുന്നത്, പക്ഷെ ഇക്കാണല്ലോ ഉഷാറായിട്ട് സംസാരിക്കുന്നത്, ആളുടെ ക്യാരക്ടർ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതാണ് ആളുടെ ഒരു ഇത്. അപ്പം നേരിട്ട് ആള് പക്കയാണ്. ഫോണിലൂടെ ഉള്ള നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട. ഒരിക്കലും താല്പര്യം ഇല്ലാണ്ടല്ല കേട്ടോ, അത് മാറി വരുമായിരിക്കും, മാറി വരണമല്ലോ. ലൈഫിൽ മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുടെയൊക്കെ അഡ്വൈസ് അങ്ങനെ ചോദിച്ചാൽ ഈ സമയവും കടന്നു പോകുമെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ച കാര്യമാണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും എന്തെങ്കിലും മാറുമായിരിക്കും, ശരിയാകുമായിരിക്കും. ആ ഒരു ഇത് മനസ്സിലുണ്ടായാൽ മതി. നമുക്കൊരു നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വെറുതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് എന്താ പറയാ അതിന് വേണ്ടി പ്രയത്നിക്കുക. ഒരു ദുഃഖത്തിനൊരു സന്തോഷം പടച്ചോൻ തരുമെന്ന് പറഞ്ഞ പോലെ എന്തായാലും ലൈഫിൽ നമ്മുടെ ഒരു മാറ്റം ഉണ്ടാവും. ഒരിക്കലും നമ്മളെ പടച്ചോൻ താത്തിയിടത്തില്ല. ഷിനാജും പാത്തൂന് മുന്നേ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. പ്രേമിച്ചിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട്. ലാസ്റ്റ് പ്രണയിച്ചത് പറയണ്ട, ആളുടെ പേരൊന്നും പറയണ്ട. ലാസ്റ്റ് പ്രണയം ഭയങ്കര ഇയാളെ ബ്രേക്കപ്പ് ആയപ്പോൾ ഭയങ്കര മാനസികാവസ്ഥയൊക്കെ മാറി ഒരുമാതിരി വരുന്ന ആ സമയത്താണ് ഒരു മാലാഖയെ പോൽ ഞാൻ ഇയാളുടെ ലൈഫിലോട്ട് കടന്നു വന്നത്. അങ്ങനെയാണ് നമ്മൾ സെറ്റായത്. ഒരു ഹായ് പറയാമോ? ഹായ്. പിന്നെ അല്ലുമോളുടെ, അതായത് എന്റെ നാത്തൂന്റെ മോള്, അവളുടെ സ്കൂളില് അവൾക്ക് അറിയത്തില്ലെന്നാട്ടോ പറഞ്ഞ, പിള്ളേരെ അറിയത്തില്ല, അവളോട് വന്ന് പറഞ്ഞെന്ന് വീഡിയോയിൽ ഞാൻ ഹായ് പറയണമെന്ന്. പേര് ഞാൻ മറന്നുപോയി ഗൈസ്. എന്തായാലും വന്ന് ഹായ് പറയണമെന്ന് പറഞ്ഞ മക്കൾക്ക് എൻ്റെ വക ഒരു ഹായ്. ഓക്കെ. പിന്നെ ഷിനാജിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഭീമാക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തെങ്കിലും വിചാരിച്ചാൽ ഭയങ്കര ഡെഡിക്കേഷനാണ്. ഞാനത് ചെയ്യും എന്ന് വിചാരിച്ചാൽ അത് ചെയ്യും. ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ച പിന്നെ ആകാശം ഇടിഞ്ഞ് വീണാലും ആളത് ചെയ്യത്തില്ല. അങ്ങനെയാണ്. ഡ്രീം കാർ ഓഫ് ഷിനാജ് ആഫ്റ്റർ ഹൗസ് വാമിങ് വേഗം ഒരു കാർ എടുക്കാൻ പറ്റട്ടെ. നമുക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, ആഗ്രഹം ഇല്ലാത്ത മനുഷ്യന്മാരില്ല. നമുക്ക് കാറ് വാങ്ങണം. ഇനി ഒരു കുഞ്ഞൊക്കെ ആയാലും നമുക്ക് കുറച്ചുകൂടെ നല്ലത് കാറായിരിക്കും. പണ്ട് പല ട്രെയിൻ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയൊരു വണ്ടി. ഫാമിലി നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. പക്ഷെ എന്റെ ഡ്രീം കാർ എപ്പോഴും കിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അതിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അതിന്റെ ലുക്ക് കണ്ടിട്ടാണ് അതാണ് എനിക്കിഷ്ടം. ലുക്ക് കണ്ടിട്ടാണ് കേട്ടോ. ഇയാൾ എന്തിനാണ് ജോബ് നിർത്തിയത്? ജോബ് നിർത്തിയെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ഞാൻ അവിടെയാണ് ജോബ് ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് അവിടെ ജോബിന് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ നിർത്തിയതാണ്. നിങ്ങൾക്ക് ആരാണ് വീഡിയോ എടുത്തു തരുന്നത്? എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ ട്രൈപോഡാണ് കൂടുതലും. പിന്നെ ഷിനാജു എടുത്തു തരും. പിന്നെ വല്ലപ്പോഴൊക്കെ ഉമ്മാരെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. ഉമ്മ എടുത്തത് കോമഡിയാണ്. ഞാൻ പറയും ഉമ്മ ഫോണും കൊണ്ട് ഇങ്ങനെ നിന്നോ, എന്നിട്ട് അങ്ങനെ എടുത്തോ എന്ന് പറയും. അതായത് എൻ്റെ മദറിലും. അപ്പോൾ ഫോണും കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. കാണുമ്പോൾ ഭയങ്കര കോമഡിയാണ്. കൂടുതൽ ഞാൻ ട്രൈപോഡിലാട്ടോ എടുക്കുന്നത്. ആലപ്പുഴയിൽ ഉമ്മയും വാപ്പയും ഹസിൻ്റെ വീട്ടിൽ വരാറില്ലേ? വീഡിയോ കാണാറില്ല. ഒന്നാമത് ഇത്ര ലോങ് ആണ്. പിന്നെ എൻ്റെ വാപ്പ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബിസിമാനാണ്. ഞാൻ ചെന്നാൽ എൻ്റെ വീട്ടിൽ പോലും എൻ്റെ വാപ്പാനെ ഞാൻ കാണാറില്ല. ഞാൻ രാവിലെ എണീക്കുമ്പോൾ വാപ്പ പോകും, ഞാൻ കിടന്നുറങ്ങുമ്പോഴായിരിക്കും വരുന്നത്. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഉമ്മ എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ വിളിച്ച് നിർത്താറുണ്ട് കേട്ടോ. ഒരാഴ്ച എൻ്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് ഞാൻ വിളിക്കും, ആള് വരാറുണ്ട്. അപ്പോൾ ദൂരത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് വാപ്പിയും ഉമ്മയും കൂടെ ഒരുമിച്ച് വന്നത് നമ്മുടെ കുറ്റ്യടിയുടെ സമയത്താണ്. ഇനിയിപ്പോൾ മെയിൻ വാർപ്പിന് രണ്ടുപേരും വരും. അപ്പോൾ വീഡിയോയിൽ കാണാം. ആലപ്പുഴയിൽ ഇപ്പം ഉപ്പക്കും ഉമ്മക്കും സ്വന്തം കാശിന് വീട് വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മുൻപ് പറഞ്ഞിരുന്നില്ലേ? അത് ഉടനെ നടക്കുമോ എന്ന് അങ്ങനെ ചോദിച്ചാൽ ഉടനെ നടക്കില്ല ഗൈസ്. നമുക്കൊരു വീട് സ്ഥലമൊക്കെ ആണെങ്കിൽ നല്ല പൈസ വേണം കയ്യിൽ. ഇൻഷാല്ലാ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ. അതിന് മാക്സിമം ഞാൻ എന്തായാലും വാങ്ങിക്കൊടുക്കും. അതിപ്പം 1 സെന്റ് ആണെങ്കിൽ പോലും എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാങ്ങിച്ചു കൊടുക്കും. അവരെ സേഫ് ആക്കി ഞാൻ നിർത്തും. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് പെട്ടെന്ന് തന്നെ നടക്കട്ടെ. പെട്ടെന്ന് വീഡിയോസ് റീച്ച് ആയപ്പോൾ രണ്ടാളുടെയും റിയാക്ഷൻ എന്തായിരുന്നു? ഞാനാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ വണ്ടറടിച്ച പോലെയാണ്. കാരണം പെട്ടെന്നാണ് വീഡിയോ റീച്ച് ആയത്. ഞാനൊക്കെ സ്വപ്നത്തിലേ കണ്ടിട്ടുള്ളൂ വീഡിയോ ഇട്ട് 24 മണിക്കൂറിനുള്ളിൽ 100K അടിക്കുക, അതായത് 1 ലക്ഷം വ്യൂസ് കാണുക. എന്താന്നില്ലാത്ത സന്തോഷം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഷിനാജ് കടയിലായിരിക്കില്ല, ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പറയുന്നത് നമ്മുടെ വീഡിയോ 100K അടിച്ച്
അപ്പം എനിക്കും ഭയങ്കര സന്തോഷം, ഷിനാജിന് സന്തോഷം, ഉമ്മാക്ക് സന്തോഷം, നാത്തൂമാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്ക് പെട്ടെന്ന് റീച്ച് ആയപ്പം. ഒരു പിന്നെ 10K 50K അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ ഭയങ്കരതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു വ്യൂ ഇപ്പൊ കൂടിയാൽ എന്തായാലും പോലും ഇപ്പൊ എല്ലാം എവിടെ പോയി കഴിഞ്ഞാലും മുമ്പ് കുറച്ച് മുമ്പെന്ന് പറയുമ്പോ ഒരാളെ നമ്മളെ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അധികം നമ്മള് എല്ലാവരും എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും അതിൽ വന്ന 3/4 ആൾക്കാർ നമ്മൾ അറിയുന്നവരായിരിക്കും, ഓടി വരും, സംസാരിക്കും. ഒരു മുമ്പ് നേരിട്ട് കണ്ടിട്ടുള്ള അതേമാതിരി അവരുടേതായ ഒരാളാണെന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടാ. ഇപ്പൊ ഞാൻ എന്നെ കാണുമ്പോ ആണെങ്കിൽ ഞാൻ ഇവളില്ലെങ്കിൽ ഇവളെ സംസാരം എവിടെയെന്ന് ചോദിക്കും, പിന്നെ എന്താ എവിടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരിട്ട് എന്താ പറയാ നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ഒരാള് പോലെയാണ് നമ്മളോട് വന്ന് സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യമായിട്ട് നെസ്റ്റോല് പോകുമ്പോഴേക്കും അധികം കൂടുതൽ ആൾക്കാർ പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ. ഷിനാജിക്കാൻ്റെ ഉമ്മ വീഡിയോയിൽ അങ്ങനെ സംസാരിച്ച് കാണാറില്ലല്ലോ. ഞാൻ 3 days ആയതേ ഉള്ളൂ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. നല്ല ഇഷ്ടമായി ഇരിക്കാനാണ്. ഡെയിലി വീഡിയോസ് വേണം, പെട്ടെന്ന് 100K അടിക്കാൻ പറ്റട്ടെ ഇൻഷാല്ലാ. നമ്മൾ വെയിറ്റിംഗ് ആണ് 100K അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മാനെ വീഡിയോസ് സംസാരിക്കാത്തത് ഉമ്മാക്കും ഈ പറഞ്ഞ പോലെ ക്യാമറ മടിയാണ്, അല്ലാതെ സപ്പോർട്ടിനൊന്നും ഒരു കുറവില്ല കേട്ടോ. കട്ട സപ്പോർട്ടാണ്. എന്നോട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ചോദിക്കും, നീ ഇടുന്നില്ലേ വീഡിയോ, അങ്ങനെ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇടിയിപ്പിക്കും ഉമ്മ. അല്ലാണ്ട് ഉമ്മാക്ക് അങ്ങനെ വീഡിയോയിൽ വരാത്തത് ഈ ക്യാമറയുടെ ഒരു പ്രശ്നം കൊണ്ടാണ്, അല്ല വേറൊന്നുമല്ല. വീട് പണി എന്തായി ഉഷാറായിട്ട് പോകുന്നുണ്ടോ? ആലപ്പുഴയിലെ വീട് മാറിയോ? മാരേജ് ടൈമിലുള്ള വീടല്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ചോദിച്ചതാണ്. വീട് പണി അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പല പല വീടുകൾ കാണുന്നത്. ഷിനാജിക്കായുമായിട്ട് ഇനി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നത് എവിടത്തേക്കാണ്? ലക്ഷദ്വീപാണ് അടുത്ത പ്ലാനിങ്. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ ലക്ഷദ്വീപ് പോകാൻ. നടക്കുമെന്നൊന്നും അറിയത്തില്ല. കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ആവാത്തോണ്ടാണ്. എല്ലാം കൂടിയാണ് ഫുള്ള് സെറ്റ് ആവണില്ല. എന്തായാലും ഒരു ദിവസം എന്തായാലും പോകണം ലക്ഷദ്വീപ്. നമ്മുടെ ലക്ഷദ്വീപിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് ഞാൻ കമന്റ്സ് കാണാറുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെ, നമുക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് വെച്ചാൽ മതി. How was your experience as a YouTuber? Is there any bad situation in life because of YouTuber? That means private life in front of public. Anyway, I am a fan of you. മഴ പെയ്യാൻ തുടങ്ങി. യൂട്യൂബർ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇപ്പോഴാണ് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം കുറെ പേര് നമ്മളെ തിരിച്ചറിയുന്നു, വന്ന് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അയ്യോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ ഇത് ഞാൻ ആരാ എന്താ അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ്. സത്യം പറഞ്ഞാൽ വർത്താനം പറയാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ചിരിച്ചോണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് കിട്ടത്തില്ല കൈസ്. അതുകൊണ്ടാണ് പ്രൈവറ്റ് ലൈഫ് പബ്ലിക് ആക്കുക. അതില് ഞാൻ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിലുള്ള നിമിഷങ്ങൾ, ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് റീൽസ് എടുക്കും, ഡാൻസ് കളിക്കും, ഹഗ് ചെയ്യും, അതൊക്കെ ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കും നമ്മുടെ നല്ലൊരു മെമ്മറി ആയിട്ട്. പക്ഷെ ഒരിക്കലും ഞാനത് പുറത്ത് വിടാറില്ല. നമ്മുടെ അത്രയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്യാമറയിൽ എടുത്ത് വെച്ചാലും നമ്മൾ പുറത്ത് വിടത്തില്ല. ഷിനാജിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അത്. എന്നെ കൊണ്ട് ഇടാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ ഞാനിട്ടാലും അപ്പോൾ നമ്മൾ പബ്ലിക് ആക്കേണ്ടത് മാത്രമേ പബ്ലിക് ആക്കുന്നുള്ളൂ. എനിവേ ഐ ആം എ ഫാൻ ഓഫ് യു. താങ്ക് യു. വീഡിയോസിലൊക്കെ ഇത്താ കുറേ ഡ്രസ്സ് എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ എന്താ ചെയ്യുന്നത്? കുറച്ച് ഡ്രസ്സ് എനിക്ക് തരുമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, ഡ്രസ്സ് എനിക്ക് 1 തരുമോ 2 തരുമോ. സത്യം പറഞ്ഞാൽ എൻ്റെ അലമാര തുറന്നാൽ നിങ്ങൾ തന്നെ നെട്ടും. ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഓവറായിട്ട് വാരി വലിച്ചില്ല. അത് വീഡിയോയിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സേ ഉള്ളാന്ന് കുറേ പേര് ചോദിക്കുന്നു. ഇപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സാന്ന് പറഞ്ഞ് യൂട്യൂബിൽ കാണിച്ചാലും ചിലപ്പോൾ ഞാനത് എടുക്കും, അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും എടുത്തതായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ അതായത് നെഗറ്റീവ് പറയത്തില്ല. നല്ല ഡ്രസ്സാണെങ്കിൽ മാത്രമേ നല്ലതാന്ന് നിങ്ങളുടെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ റിട്ടേൺ ആയി കൈ കെട്ടി കൊള്ളത്തില്ലാന്ന് തോന്നിയാൽ നമ്മൾ വീഡിയോ എടുക്കാതെ റിട്ടേൺ എടുക്കും. കാരണം എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ വാങ്ങുന്നില്ല. അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇല്ലാത്തത് പറയാറില്ല, ഉള്ളത് തന്നെയാണ്. അപ്പൊ അതാണ് ഡ്രസ്സിന്റെ കാര്യം. എനിക്കങ്ങനെ സാമ്പത്തികമായിട്ട് അങ്ങനെ ഫിനാൻഷ്യലി നമ്മൾ അത്ര വലിയ പൈസക്കാരൊന്നുമല്ല. നമുക്കിപ്പം എന്തിന്നാണെങ്കിലും നമുക്ക് കുറച്ച് പൈസ നമുക്ക് കിട്ടി തുടങ്ങുന്ന അതൊക്കെ നമ്മൾ ഓരോ ആവശ്യത്തിന് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതാവും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളായി വരുന്നതേ ഉള്ളൂ. നമുക്ക് അടവുകളുണ്ട്, ലോണുകളുണ്ട്, നമുക്ക് വീട്ടിലെ കാര്യം നോക്കണം, വീട് പണിയുടെ കാര്യം നോക്കണം. അപ്പോൾ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോണത് ഇപ്പം നിലവിൽ ഞങ്ങളാണ്. ഉമ്മ പണിക്ക് പോകുമായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് ഉമ്മ പണിക്ക് വരുന്നു. ഇപ്പം ഉമ്മ പണിക്ക് പോകണില്ല. എനിക്ക് ഉമ്മ പണിക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഇത്രയും നാളും കഷ്ടപ്പെട്ട് ജോലിക്ക് പോയ ആളാണ്. ഇനി റെസ്റ്റ് എടുത്തട്ടെ എന്നുള്ളൊരു മൈൻഡാണ് എനിക്കും ഷിനാജിന്. അപ്പം മാക്സിമം നമ്മളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഫിനാൻഷ്യലി അത്ര വലിയ പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്തായാലും നമ്മൾ എന്തെങ്കിലും എന്നല്ല എന്നെ കൊണ്ട് എല്ലാവരും സഹായിക്കാൻ പറ്റുന്ന സമയത്ത്
എന്തായാലും മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ Q&A വീഡിയോയുടെ അവസാനിക്കുകയാണ്. എനിക്കറിയാം ഭയങ്കര ഫാസ്റ്റിലാണ് ഞാൻ സംസാരിച്ചതെന്ന്. നമുക്ക് പോകേണ്ട കാര്യം കൊണ്ടാണ്. ഇപ്പൊ നല്ല മഴ പെയ്തു. 2:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ല, നമ്മൾ സ്ഥലത്ത് എത്തത്തില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ Q&A വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ല നല്ല കമന്റ് ഇടുക. കമന്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അത് മാത്രല്ല നമ്മള് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നന്നായിട്ട് ഉഷാറാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളുടെ കമന്റ്സ് വായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ഞാൻ എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ലൈക്ക് എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. കൂടുതലും കമന്റ് ചെയ്യുന്ന ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചു നമുക്ക്. നമ്മൾ എപ്പോഴും കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ലതും പറയുന്നവരെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ സെറ്റ് ആക്കണം. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോസിൽ നല്ല നല്ല കമന്റ്സ് ഇടുക. നല്ലതെന്ന് വേണമെന്ന് ഞാൻ പറയുന്നില്ല, നെഗറ്റീവ് തോന്നുന്നത് നെഗറ്റീവ് പറഞ്ഞോ. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്തായാലും ഞങ്ങൾ പോട്ടെ. അത് നമുക്ക് വേറെ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളത് കാണും. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.